ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ കാവടിയായിട്ട് ഞാൻ ഓഫീസിൽ നേരത്തെ ഇറങ്ങി വീട്ടിൽ വന്നു. വണ്ടികളൊക്കെ ഇവിടെ എൻ്റെ വീട്ടിൽ ഫ്രണ്ട് തൊട്ട് ഇങ്ങനെ നിരത്തിയിട്ടേക്ക് ഒരു വണ്ടി ഇവിടെ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നിർത്തി. ഇവിടെ വണ്ടിയുണ്ട്, അങ്ങനെ അപ്പുറത്തോട്ടൊക്കെ നിരക്കുകയാണ്. കൊട്ട് കേൾക്കുന്ന കേട്ടിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോവും. അപ്പോൾ കേട്ടോ നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ എല്ലാ വണ്ടികളും നിരത്തി. കഴിഞ്ഞ വർഷത്തേക്കാളും കുറവാണ് കേട്ടോ ഇത്തവണ വണ്ടികളൊക്കെ. പെരേടം വഴി പോകാൻ പറ്റും. ഇതാണ് നമ്മൾ അമ്പലം കണ്ടില്ലേ, അവിടെയാണ് കുത്തങ്ങോട്. കുറച്ചേ ഉള്ളൂ കുത്താൻ. അപ്പോൾ അവിടെ കമന്ന് കിടക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ അവിടെ കുത്തിക്കൊണ്ടിരിക്കുന്ന സൂം ചെയ്തൊക്കെ എടുത്താണ് കേട്ടോ വീഡിയോ എടുത്ത് കാണിക്കാനായിട്ട്. ചെണ്ടമേളം ഉണ്ട്. ചെണ്ടമേളം അനുഗ്രഹം വന്ന ശേഷമാണ് ശൂലം കുത്തുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാലം ചെറുത് വലിയൊരു ശൂലം കുത്തുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് അത് വീഡിയോ എടുത്തിരുന്നത്. എനിക്ക് കുത്തിയുടെ താഴോട്ട് കൊണ്ട് നിർത്തുന്നുണ്ട്. പിന്നെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 മണി തുടങ്ങിയതാണ്. കുത്തി കഴിഞ്ഞിട്ട് നേരെ വണ്ടികൾ ഇട്ടിരിക്കുന്ന റോഡിലാണ് ഇട്ടിരിക്കുന്നത്. ആ റോഡിൽ വന്നിട്ട് അവരൊക്കെ ഈ കുളുത്തുകളിലൊക്കെ കറക്റ്റ് പിടിച്ചിട്ട് അവരെ പൊക്കി കയറ്റുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാം സെറ്റാക്കി കിടത്തി കെട്ടി റെഡിയാക്കി വെച്ചേക്കാണ്. ഞാൻ ബാക്ക് പറഞ്ഞിട്ട് പൊക്കിയാൽ മാത്രം മതി. പൊക്കുമ്പോഴത്തേക്കുള്ള വീഡിയോ ഞാനത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ വണ്ടിയിലും പറവക്കവടികൾ ആളിനെ കയറ്റി ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം ഒരു 8 മണിയെങ്കിലും ആവും കേട്ടോ. അപ്പോൾ അതാ ഇതിൽ അപ്പോൾ ഈ കാണുന്ന എൻ്റെ വീട്, എൻ്റെ ഫ്രണ്ടിലൊരു കട, അത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് കാവടി വണ്ടികളിൽ കേട്ടോ. അപ്പോൾ ഇതൊരു വല്ലാത്ത കാഴ്ചയായി പോയിട്ടോ. മുതുകത്തും കാലിലുമായിട്ട് കുത്തിയിട്ട് ഇരുന്ന് പോകുന്ന കണക്ക്. ചെറിയ വണ്ടികളിൽ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട് എല്ലാം കാണി. അപ്പോൾ ആ പയ്യൻ്റെ എല്ലാ കുത്തലും കഴിഞ്ഞ് ഇനി പതുക്കെ സ്റ്റൂള് ഇട്ടേക്കുന്ന സ്റ്റൂളങ്ങ് എടുക്കും കേട്ടോ. അപ്പോൾ അവർ കറക്റ്റായിട്ട് നിന്നോളൂ. പിന്നെ വണ്ടിയുടെ മേളിലെ ഭാഗം കുറച്ച് പൊക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് സെറ്റായിക്കോളും. അപ്പോൾ അപ്പുറത്തെ സൈഡിലെ പയ്യനെയും കെട്ടി തൂങ്ങിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞ് കേട്ടോ. 9 മണി അടുപ്പിച്ചാവാറായി. നമ്മുടെ കാവടിയൊക്കെ അവിടെ വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് പോയി തുടങ്ങി. അപ്പം ഫസ്റ്റ് വണ്ടി പോകുന്നുണ്ട്. അതിൽ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അത് കെട്ടി തൂക്കി നിന്നാണ് പോകുന്നത് കേട്ടോ. ഒരാൾ നടക്ക് അപ്പുറം രണ്ടുപേരും നിന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓരോരോ വണ്ടികളായിട്ട് പോകും. കേട്ടോ. അയാൾ തലങ്ങനെ വിലങ്ങനെയൊക്കെ കുത്തി കയറ്റി വെച്ചേക്കാണ് നോക്ക്. അപ്പോൾ നമ്മുടെ കാവടി വണ്ടികളെല്ലാം നമ്മുടെ ഏരിയയിൽ നിന്ന് പോയി കേട്ടോ. ഏകദേശം ഒരു 9 മണിയൊക്കെ അടുപ്പിച്ചായപ്പോഴത്തേക്ക് പോയി. ഇനി അമ്പലത്തിലൊക്കെ എത്തുമ്പോൾ ഏകദേശം ഒരു 11-12 മണിയൊക്കെ ആവും. കഴിഞ്ഞ വർഷം നമ്മൾ അഗ്നിക്കാവടി കാണാൻ പോയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട്. അപ്പോൾ ഇതെല്ലാം അമ്പലത്തിലെത്തിയിട്ട് അതെല്ലാം അയക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഏരിയയിലുള്ള പയ്യന്മാരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവന്മാർ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നു. എനിക്ക് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കയറ്റിയതുപോലെ തന്നെ ഇവർ ഇറക്കി ഓരോ എന്താ ശൂലം കുത്തിക്കുന്ന ഐറ്റം ഇല്ലേ, അതെല്ലാം ഇളക്കി എടുക്കണമല്ലോ. ഇത് വലിയ ചടങ്ങാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതെല്ലാം നേരിട്ട് കണ്ടു കേട്ടോ. ഈ വർഷം പേര് ഞങ്ങൾ പോയില്ല. വർക്കിംഗ് ഡേയും കൂടെയൊക്കെ ആയതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം അഴിച്ചു പറക്കി എടുക്കുകയാണ് അവരെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീഡിയോ അടുത്തുള്ള
ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.